الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ആവുന്നത്ര നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൈ നിറയെ സമ്മാനങ്ങളും പാരിതോഷികങ്ങളുമായി കയറി വരുന്ന ഒരു വിരുന്നുകാരനെ പോലെ പരിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ആയുഷ്കാലത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിക്കൊണ്ടാണ് ഈ പരിശുദ്ധ മാസത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അവൻ മലർക്കെ തുറന്നിടുകയും ഔദാര്യത്തിൻ്റെ ഉറവകൾ അവൻ്റെ അടിമകളിലേക്ക് തിരിച്ചുവിടുകയും ഓരോ ചെറുതും വലുതുമായ നമ്മുടെ കർമ്മങ്ങൾക്കും മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നൊരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ. അവസാന ഉമ്മത്ത് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം, നമ്മുടെ ആയുർദൈർഘ്യം കുറവാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും മഹത്തായ പ്രതിഫലം നൽകുന്നു എന്നുള്ളതാണ്. ആദിമ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല ആയുർദൈർഘ്യം അത് ധാരാളമായി നൽകി. 1000ഓളം വർഷമൊക്കെ അവരിൽ ഓരോരുത്തരും ജീവിച്ചു. ആദിമ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫ സന ഇല്ലാ 50 ആമ. നൂഹിനെ ആദിമ പ്രവാചകനായി അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം നിയോഗിച്ചു. ആ സമൂഹത്തിൽ അദ്ദേഹം 950 വർഷകാലം ജീവിച്ചു എന്നാണ്. ബൈബിളിലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആയുസ്സിനെ കുറിച്ച് ഇതേ പരാമർശമുണ്ട്. പ്രളയത്തിന് ശേഷം അദ്ദേഹം 350 വർഷം ജീവിച്ചുവെന്നും നോഹയുടെ ആയുഷ്കാലം 950 വർഷമായിരുന്നു എന്നും ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 9:29 പറയുന്നു. അപ്പോൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹമൊക്കെ അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ച ഒരു സമൂഹമായിരുന്നു.
എന്നാൽ നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിൻ്റെ അടയാളമായി പ്രവാചകൻ്റെ നിയോഗത്തെ വരെ ചേർത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് അന്ത്യദിനത്തിന് സമയമായി എന്നതിൻ്റെ അടയാളമാണെന്നാണ്. അവിടുന്ന് പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന ഇല സബഈൻ, എൻ്റെ സമുദായത്തിൻ്റെ ആയുർദൈർഘ്യം 60-നും 70-നും ഇടയിലാണ്. വഅഖല്ലുഹും മൻ യജൂസു ദാലിക്, ആ പ്രായപരിധി കവിഞ്ഞ് കടന്നു പോകുന്നവർ വളരെ കുറവായിരിക്കും എന്ന് റസൂലുള്ളാഹി നമ്മുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നോക്കൂ, നീതിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ അലിവും ദയയും കരുണയും കാണിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് 1000 കൊല്ലമൊക്കെ ജീവിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്ത മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് വെക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? കുറച്ചു കാലം നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുക എന്നുള്ളത്. അതാണ് മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ അവസാനത്തെ ഉമ്മത്ത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശറു അംസാലിഹ, നിങ്ങളിൽ ആരെങ്കിലും ഒരു പുണ്യം ചെയ്താൽ അതിൻ്റെ 10 മടങ്ങാണ് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതെന്നാണ്. എന്നാൽ തെറ്റ് ചെയ്യുകയാണെങ്കിലോ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ, അവരൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരൊറ്റ കുറ്റത്തിൻ്റെ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവർ ഒരിക്കലും അനീതിക്ക് വിധേയരാവുകയില്ല എന്നാണ് അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു തന്നെ നമ്മോട് പറയുന്നതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന റബ്ബക്കും അസ്സ വജല്ല റഹീം, നിശ്ചയമായും പരിശുദ്ധനും പരമോന്നതനുമായ നിങ്ങളുടെ രക്ഷിതാവ് അവൻ കരുണാമയനാകുന്നു. മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന, മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ടത് ചെയ്തിട്ടില്ല എങ്കിലും അല്ലാഹു അതൊരു നന്മയായി രേഖപ്പെടുത്തി അതിന് പ്രതിഫലം നൽകുന്നതാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ തന്നെ അല്ലാഹു അതിന് നമുക്ക് പ്രതിഫലം നൽകുന്നു. ഫൈൻ അമിലഹ, ഇനി അവൻ അത് ചെയ്യുകയാണെങ്കിലോ കുതിബത് ലഹു അശ്റൻ ഇലാ 700, അതിന് 10 ഇരട്ടി മുതൽ 700 മടങ്ങ് വരെ പ്രതിഫലം അല്ലാഹു അതിന് നൽകുമെന്നാണ്. ഇലാ ദഅഫിൻ കസീറ, പിന്നെ മടങ്ങുകളായിട്ടാണ് പ്രതിഫലം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം, നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ തഖ്വാബോധം, അതിൽ നമ്മൾ അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മനോവിചാരങ്ങൾക്കനുഗതമായി അനുസരിച്ച് നമ്മുടെ ചെറുതും വലുതുമായ ഓരോ സുഹൃതങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുമെന്നാണ് ഖുദ്സിയായ ഹദീസിൽ പറയുന്നത്. ഇനി നോക്കൂ അല്ലാഹുവിൻ്റെ കാരുണ്യം. വമൻ ഹമ്മ ബിശയ്യിഅ, നമ്മൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഫലം യഅമൽഹ, എന്നിട്ട് ആ തെറ്റ് ചെയ്യാതെ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ കുതിബത് ലഹു ഹസന, ആ തെറ്റ് ചെയ്യാതിരുന്നാലും നമുക്കൊരു നന്മയായി അല്ലാഹു രേഖപ്പെടുത്തുന്നു. പ്രതിഫലം എത്ര മഹത്തരമാണ് എന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫൈൻ അമിലഹ, ഇനി അതവൻ ചെയ്യുകയാണെങ്കിലോ കുതിബത് ലഹു വാഹിദ, തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു മാറി നിന്നാൽ ഒരു പ്രതിഫലം. ഇനി അവൻ ആ തെറ്റ് ചെയ്യുകയാണെങ്കിലോ ഒരൊറ്റ തിന്മ തെറ്റായി അത് രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിലോ ഔ യഹ്മുഹ അല്ലാഹു അസ്സ വജൽ, യംഹുഹ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ കാരുണ്യം കൊണ്ട് അതിനെ മായ്ച്ച് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നുവെന്ന്. ഇങ്ങനെ കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ നേരെ ഏറ്റവും കൂടുതലായി മലർക്കെ തുറന്നിടുന്ന അനുഗ്രഹീതമായ ഒരു മാസത്തിൻ്റെ ആഗമനം വിശ്വാസികളെ എന്തുമേൽ സന്തോഷിപ്പിക്കും.
ആ മാസത്തെ ആ പ്രതീക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ് നമ്മൾ വേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ ഓരോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ചുരുങ്ങിയത് പ്രതിഫലം 10 നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ ഇഖ്ലാസിനും അതുപോലെ തന്നെ മനസ്സാന്നിധ്യത്തിനും അനുസരിച്ച് അള്ളാഹു അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകളെ കുറിച്ച് ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, മൻ സാമ സലാസത അയ്യാമിൻ മിൻ കുല്ലി ശഹർ, ഓരോ മാസത്തിലും വല്ലവനും 3 ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഫഖദ് സാമ ദഹ്റ കുല്ലു, അവൻ കാലാകാലം നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് എന്നാണ്. വസാദ്, എന്നിട്ട് ആ ഹദീസിൽ ഇങ്ങനെ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് റിവായത്ത് ചെയ്തത്, ഫഅൻസലല്ലാഹു തസ്ദീഖ ദാലിക ഫീ കിതാബിഹി, പ്രവാചകന്റെ ഈ പ്രസ്താവനക്ക് അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഈ വചനത്തെയാണ് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശറു അംസാലിഹാ, നിങ്ങളിൽ ഒരാൾ ഒരു പുണ്യം ചെയ്താൽ അതിന്റെ 10 മടങ്ങ് അല്ലാഹു പ്രതിഫലം നൽകും. അങ്ങനെ അൽ യൗമു ബി അശറത്തി അയ്യാം, നിങ്ങൾ ഒരു ദിവസം നോക്കുന്ന നോമ്പിന് 10 ദിവസത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നു എന്നാണ്. അങ്ങനെ അതിരും എതിരുമില്ലാതെ അള്ളാഹു അവന്റെ അടിമകൾക്ക് പ്രതിഫലം നൽകുന്ന, ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന മാസമായിക്കൊണ്ടാണ് റമദാനിനെ പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പ്രതിഫലത്തെ കുറിച്ച് തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, കുല്ലു അമല ബിനി ആദമ യുദാഅഫ്, മനുഷ്യപുത്രന്റെ കർമ്മങ്ങളെല്ലാം ഇരട്ടിയാക്കി പ്രതിഫലം അവർ നൽകപ്പെടും. അൽ ഹസനത്തു ബി അശരി അംസാലിഹാ ഇലാ 700 അൽഫ്, 10 മടങ്ങ് മുതൽ 700 മടങ്ങ് വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വഅന അജ്സീ ബി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുക. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയുള്ള പ്രതിഫലം, ഖുർആൻ തന്നെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞത് അജ്റുൻ കബീർ, അജ്റുൻ കരീം, അജ്റുൻ അലീം, അജ്റുൻ ഗൈറു മംനൂൻ, വലിയ പ്രതിഫലം. അതേപോലെ തന്നെ മാന്യമായ പ്രതിഫലം, മഹത്തായ പ്രതിഫലം, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ഗൈറു മംനൂൻ ഗൈറു മഖ്തൂൾ, നിങ്ങളിൽ നിന്ന് വേരറ്റു പോകാത്ത വിധം നിങ്ങളുടെ സുഹൃതങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞ്, ഈ പ്രതിഫലത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞെന്താണെന്നോ, ഇതിനൊന്നും ഇത്രയൊന്നും അല്ല പ്രതിഫലം. ഒരാൾ ഒരു നോമ്പ് നോറ്റാൽ അതിൻ്റെ പ്രതിഫലം ഇത്രമേലുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നോമ്പിനെ ഞാൻ മാറ്റിവെക്കുന്നു എന്നാണ്. ഫഇന്നഹു ലീ, അതെനിക്കുള്ളതാണ്. വഅന അജ്സീ ബിഹി, ഞാൻ അതിന് പ്രതിഫലം നൽകുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. കാരണം എന്താണ്? ഈ നോമ്പിലൂടെ ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയായിക്കൊണ്ടാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുകയാണ്. കാരണം നമ്മുടെ വിചാരങ്ങളെയും അന്നപാനീയങ്ങളെയും ഒക്കെ നമ്മൾ നിയന്ത്രിച്ച് മാറ്റി നിർത്തി ഹലാലായതുപോലും നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമുക്ക് അത് നിഷിദ്ധമാക്കുകയാണ്. പകൽ സമയങ്ങളിൽ ഹലാലായ ഭക്ഷണമാണ്, ഹലാലായ നമ്മുടെ സഹധർമ്മിണിയാണ്. നമ്മുടെ വിചാരങ്ങളെ നമ്മുടെ മനോമന്ത്രങ്ങളെയൊക്കെ നമ്മൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ദൈവിക സാന്നിധ്യം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന അനർഘ നിമിഷങ്ങളാണ് നോമ്പിന്റെ സമയത്ത് ഒരു വിശ്വാസിക്ക് അനുഭവപ്പെടുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലിഅന്നഹു യദഉ തഅമഹു വശറാബഹു വശഹവതഹു മിൻ അജ്രി, എൻ്റെ അടിമ അവൻ്റെ അന്നപാനീയങ്ങളെ അവൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ വെടിയുന്നതും നിയന്ത്രിക്കുന്നതും ഞാൻ ഉള്ളത് കൊണ്ടാണ്, എനിക്ക് വേണ്ടിയാണ് അവൻ അത് ചെയ്യുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ ദൈവസാമീപ്യം നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് അനുഭവപ്പെടുകയാണ്.
അള്ളാഹു അവൻ എത്രമേൽ നമ്മോട് സമീപസ്ഥനാണ് എന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ ജീവനാഡിയേക്കാൾ നിങ്ങളോട് സമീപസ്ഥനാണ് ഞാൻ. നിങ്ങളുടെ മനോവിചാരങ്ങളെ, മനസ്സിന്റെ മന്ത്രങ്ങളെയും തോന്നലുകളെയും അറിയുന്നവനാണ് ഞാൻ. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഖുർആൻ കാര്യം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നിങ്ങൾ രണ്ടാൾ സംസാരിക്കുകയാണെങ്കിൽ മൂന്നാമതായി ഞാനുണ്ട് കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഈ സാന്നിധ്യവും സാമീപ്യവും നോമ്പിലൂടെ മറ്റൊരു നമ്മൾ അനുഭവിക്കുന്ന പോലെ മറ്റൊരു ഇബാദത്തിലൂടെയും നാം അറിയുന്നില്ല എന്നതിനാലാണ് അള്ളാഹു പറഞ്ഞത് ഇല്ലസ്സൗം, നോമ്പിന്റെ കൂലി എനിക്കാണ്, അത് അളന്ന് തിട്ടപ്പെടുത്തുന്നത് ഞാനാണ്. എല്ലാ കൂലിയും പടച്ചോൻ തന്നെയാണ് അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് നൽകുന്നത്. പക്ഷേ നോമ്പിനെ ഇത്രമേൽ അതിന്റെ പ്രതിഫലത്തെ മഹത്വപൂർണമായി നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമ, ആ സാന്നിധ്യം ഭയപ്പെടുമ്പോൾ അവൻ എന്തുണ്ടാകുന്നു? വനഹൻ നഫ്സ് അനിൽ ഹവ, തന്നിഷ്ടങ്ങളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നു. മനസ്സിന്റെ കടിഞ്ഞാൺ അവന്റെ ദൈവഭക്തിയിലൂടെ, അവന്റെ ആത്മീയമായ അനുഭൂതിയിലൂടെ, ആത്മീയ ഉത്കർഷത്തിലൂടെ അവന്റെ കൈകളിൽ ഒതുങ്ങുന്നു. അവൻ നിയന്ത്രിക്കുന്നു. അവന്റെ കണ്ണിനെ, അവന്റെ കാതിനെ, അവന്റെ ആഗ്രഹങ്ങളെ, അവന്റെ നാവിനെ, അവന്റെ കൈയിനെയും കാലിനെയും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവനാണ് എന്ന് അവന് തന്നെ ബോധ്യപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ആരാധനയാണ് വ്രതാനുഷ്ഠാനം. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ വമനിഖ്തറബ ഇലയ്യ ശിബ്റൻ, എന്റെ ഒരു അടിമ ഒരു ചാൺ എന്നിലേക്ക് അടുക്കുകയാണെങ്കിൽ ഇഖ്തറബ്തു ഇലൈഹി ദിറാഅ, ഞാൻ ഒരു മുഴം അവനിലേക്ക് അടുക്കും. വമനിഖ്തറബ ഇലയ്യ ദിറാഅൻ, എന്നിലേക്ക് ഒരു മുഴം അടുത്താലോ ഇഖ്തറബ്തു ഇലൈഹി ബാഅ, ഒരു മാറോളം ഞാൻ അവനിലേക്ക് അടുത്തവനാകും. വമൻ അതാനി യംശി, എന്റെ അടിമ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ അത്തൈതുഹു ഹർവല, ഞാൻ അവന്റെ അരികിലേക്ക് ഓടിച്ചെല്ലും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് ഇത് പറഞ്ഞതിന് ശേഷം അവന് പറയുന്നത് എന്താ? നിങ്ങൾ എന്തിലേക്ക് നടന്നു വരൂ എന്നല്ല, പിന്നെ ഫഫിറൂ ഇലല്ലാഹ്, മനുഷ്യരെ, എന്റെ അടിമകളെ, നിങ്ങൾ എന്നിലേക്ക് ഓടി വരൂ എന്നാണ്. അള്ളാഹുലേക്ക് നമ്മൾ ഓടിപ്പോകുന്ന മാസമാണ് സഹോദരങ്ങളെ അനുഗ്രഹീതമായ റമളാൻ. അള്ളാഹുലേക്ക് നമ്മൾ ഓടിച്ചെന്നാൽ അവൻ എന്ത് ചെയ്യും? അള്ളാഹു നമ്മെ വാരിപ്പുണരും. ഒരു വിശ്വാസിക്ക് ആത്മീയമായ നിർവൃതിയും അനുഭൂതിയും അളവറ്റ രീതിയിൽ കിട്ടുന്ന, അതിരും എതിരുമില്ലാതെ പെയ്തിറങ്ങുന്ന അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ വസന്തവേളയാണ് റമളാൻ എന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ അനുഗ്രഹീത നിമിഷങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി അതിൻ്റെ ഓരോ പുണ്യങ്ങളും, അതിൻ്റെ പകലിൽ നമുക്ക് കിട്ടേണ്ട പുണ്യങ്ങൾ ഒന്നും നമുക്ക് മിസ്സായിക്കൂടാ. അതിൻ്റെ രാത്രിയിൽ നമുക്ക് കിട്ടേണ്ട സുഹൃതങ്ങൾ, പുണ്യങ്ങൾ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അതിന് തന്നെ മുന്നൊരുക്കത്തോടെ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അതിലേക്ക് നാം അടുക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിലെ അവസാന ജുമുഅയിൽ, വെള്ളിയാഴ്ചയിൽ തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയ ഏതാനും ചില വരികളുണ്ട്. അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ശഹ്റുൻ മുബാറകുൻ അലീം, അനുഗ്രഹീതമായ മഹത്തായ ഒരു മാസമാണ് ജനങ്ങളെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഫറളല്ലാഹു സിയാമഹു വജഅല ഖിയാമ ലൈലിഹി തതബ്ബുഅ, അല്ലാഹു ആ മാസം നോമ്പനുഷ്ഠിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ മാസത്തിലെ നിശാവേളയിലുള്ള പ്രാർത്ഥനകൾ, ആ രാത്രി നമസ്കാരം അല്ലാഹു നിങ്ങൾക്ക് ഐച്ഛികമായി സുന്നത്തായി നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ ഒരു പുണ്യം ചെയ്താൽ ഒരു ഫറള് അനുഷ്ഠിച്ച പ്രതിഫലം നിങ്ങൾക്ക് അത് മുഖേന അല്ലാഹു നൽകും.
നിങ്ങളൊരു ഫറലായ കാര്യം ചെയ്താൽ അള്ളാഹു തീർച്ചയായും അവന്റെ ഇച്ഛക്കനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും. അത് കാരുണ്യത്തിന്റെ മാസമാണ്, പാപവിമുക്തിയുടെ മാസമാണ്, അള്ളാഹുവിന്റെ അടിമകളെ നരകത്തിൽ നിന്ന് അവൻ മോചിപ്പിക്കുന്ന മാസമാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് റസൂൽ അവസാനിപ്പിക്കുന്നുണ്ട്, ഇത് ഷഹറുൽ മുവാസാത്ത്, ഇത് പരസ്പര സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും ഒത്താശയുടെയും മാസമാണ്. വിശ്വാസികളായ നമ്മൾ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങളും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മറ്റിതര മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ സഹായങ്ങളും ധർമ്മങ്ങളും ദാനങ്ങളും ചെയ്യുന്ന ഒരു മാസമാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ഭക്തിസാന്ദ്രമായി തരളിതമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഈ മാസത്തിൽ നോക്കൂ നിങ്ങൾ, എല്ലാ അനുഷ്ഠാനങ്ങളിലും വർധനവുണ്ടാകുന്നു എന്നാണ്. അള്ളാഹു നമുക്ക് റിസ്കിൽ വർധനവ് തരുന്നു എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? നമ്മുടെ ശുക്റിൽ നമ്മൾ വർധനവ് കാണിക്കുന്നുണ്ട്. നോക്കൂ, തുടർച്ചയായി ഒരു മാസകാലം ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുന്ന വേറെ 11 മാസത്തിൽ ഒരു മാസവും നമുക്കില്ലല്ലോ. അപ്പൊ നോമ്പിൽ വർധനമുണ്ട്, നമസ്കാരത്തിന്റെ റക്അത്തിൽ വർധനമുണ്ട്, ഫറലിന് പുറമെ സുന്നത്ത് നമസ്കരിക്കുന്നു, അതുപോലെ തന്നെ സുദീർഘമായ ഖിയാമുൽ ലൈൽ നമ്മൾ നമസ്കരിക്കുന്നു. നിർബന്ധമായ സക്കാത്ത് നമ്മൾ നൽകാൻ തെരഞ്ഞെടുക്കുന്ന മാസം പരിശുദ്ധ റമളാൻ മാസമാണ്. അതിലുപരി സ്വതക്കകളും ധർമ്മങ്ങളും നമ്മൾ നൽകുന്ന മാസം കൂടിയാണ് റമളാൻ മാസം. അങ്ങനെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഓരോ ഭക്തനും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി മനസ്സ് തിരിച്ച് അള്ളാഹുവിനോട് താണുകേണ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന, നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും അവന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ മാസം കൂടിയാണിത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ രക്ഷാകവചമായി അള്ളാഹു ഇറക്കി തന്ന വിശുദ്ധ ഖുർആനിനോട് എല്ലാ വിശ്വാസികളും ഏറ്റവും കൂടുതൽ അടുക്കുകയും അത് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന മാസമാണിത്. ഇങ്ങനെയുള്ള ഈ വർധനവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു അവന്റെ പ്രതിഫലത്തിലും കാരുണ്യത്തിലും വർധനവ് നൽകും. ഈ അനുഗ്രഹം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് പരിശുദ്ധ റമളാനിനെ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അനുദപിച്ച് മടങ്ങിക്കൊണ്ട് അവനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് അതിനെ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവുക, സജ്ജരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മാസം ഫെബ്രുവരി 19 വ്യാഴാഴ്ച നമ്മൾ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ ആരാധനാകർമ്മങ്ങൾക്കും എന്ന പോലെ ഈ നോമ്പിനും അതിൻ്റേതായ ചില ആമുഖങ്ങളും മുന്നൊരുക്കങ്ങളുമുണ്ട്. നമസ്കാരത്തിന് നമ്മൾ വുളൂ ചെയ്യുന്നു, ഹജ്ജിനോ ഉംറക്കോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. നോമ്പിന് അതിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാ ആരാധനകൾക്കും വളരെ പ്രധാനം അതിൻ്റെ നിയ്യത്ത് തന്നെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളായ എല്ലാ നോമ്പുകൾക്കും നിയ്യത്ത് അതാത് ദിവസങ്ങൾക്ക് നമ്മൾ അത്താഴം കഴിക്കുന്ന നേരത്ത് അതിൻ്റെ മുന്നിൽ തന്നെ ഫജ്റിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് പ്രവാചക വചനങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മല്ലം യജ്മഅ സിയാം ഖബലൽ ഫജ്ർ ഫലാ സിയാമ ലഹു എന്ന ഒരു മാസം ഒന്നിച്ച് ഞാൻ നോമ്പുകാരനാകുന്നു എന്നതിലുപരിയായി ഓരോ നോമ്പിനെ കുറിച്ചും, കാരണം എന്താ, നമ്മൾ രോഗികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും, അങ്ങനെയൊക്കെ അതിൽ ഒഴികഴിവുകളൊക്കെ ഉണ്ടാകും. ഓരോ നോമ്പിനും തലേ ദിവസം രാത്രി തന്നെ നമ്മളതിന് നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. ആ നിയ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിങ്ങനെ ചൊല്ലി പറയേണ്ടതില്ല. അങ്ങനെ ഒരു രീതി ഇങ്ങനെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. നവൈത്തു സോമവദീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്ത് ചൊല്ലിക്കൊടുക്കുകയും അത് ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന രീതി ഇസ്ലാമിലില്ല. അന്നിയ്യത്തു എന്ന് പറഞ്ഞാൽ തവജ്ജുഹുൽ ഖൽബ് നഹ്വൽ അമൽ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നേരെയുള്ള മനസ്സിൻ്റെ ആഭിമുഖ്യം, അതിൻ്റെ സാന്നിധ്യം, അതിൻ്റെ ഉദ്ദേശമാണ് നിയ്യത്ത്. അത് മനസ്സിലുണ്ടായാൽ മതിയെന്ന്.
ഈ കാര്യത്തിൽ പിന്നെ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സഹൂർ. നമ്മൾ ഭക്ഷണം അത്താഴം കഴിക്കുക എന്നുള്ളത്. റസൂൽ പറഞ്ഞു തസഹറു ഫഇന്ന ഫി സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിച്ചിട്ട് നോമ്പ് തുടങ്ങണം, കാരണം അതിൽ നിങ്ങൾക്കൊരു ബർക്കത്തുണ്ട്. അത്താഴത്തിൻ്റെ ഭക്ഷണം റസൂലിൻ്റേത് ഏതാനും ഈത്തപ്പഴവും അതുപോലെ തന്നെ വെള്ളവും കാരും അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. ലളിതമായാലും മതി അത്താഴം എന്നുള്ളതാണ്. പ്രവാചകന്റെ അത്താഴത്തെക്കുറിച്ചൊക്കെ ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത്താഴം കഴിക്കാതെ നിങ്ങൾ നോമ്പ് നോൽക്കരുത്. റസൂലുള്ള പറഞ്ഞു ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബി അക്ലത്ത സഹർ. വേദക്കാരുടെ നോമ്പിൻ്റെയും നമ്മുടെ നോമ്പിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമ്മൾ അത്താഴം കഴിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഒരു ചര്യയില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്താഴം കഴിക്കുമ്പോഴോ ആ അവസാന നേരത്ത് ഫജ്റിൻ്റെ മുമ്പ് അത് വൈകി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നബിചര്യ അങ്ങനെയാണ്. ആ നേരത്തുള്ള പ്രാർത്ഥനയും നമ്മൾ മറക്കാതിരിക്കുക. കാരണം അള്ളാഹു ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കാതോർത്ത് കാത്തിരിക്കുന്ന നേരമാണ് അത്താഴ നേരം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ നേരങ്ങളിൽ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തുന്നവരാണ് വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അവിടെ വിശേഷണമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുകയാണെങ്കിലോ എത്രയും പെട്ടെന്ന്, സമയമായാൽ പിന്നെ കാത്തു നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തുറക്കുക എന്നുള്ളതും ആ സുന്നത്തിൽപ്പെട്ടതാണ്. ലാ യസാലു നാസു ബിഖൈർ മാ അജ്ജിലുൽ ഫിത്ർ. സമയമായാൽ വേഗത്തിൽ നോമ്പ് തുറക്കുന്നതിൽ മനുഷ്യന്മാർ നന്മയിലായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അവരുടെ ചര്യയെങ്കിൽ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സമയമായി നോമ്പ് തുറക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുക. നമ്മൾ യാത്രയിലാണ്, ഭക്ഷണമില്ല, കാരക്കയില്ല, വെള്ളം ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലോ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നേരെ ആയ ഉടനെ ഞാനിതാ എൻ്റെ നോമ്പ് ഈ നേരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെയെങ്കിലും നോമ്പ് അവസാനിപ്പിച്ച് മുറിക്കുന്നത് രീതി, അതാണ് ഏറ്റവും അഭികാമ്യമെന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റത്ബാത്തിൻ ഖബ്ല അൻ യുസല്ലിയ. മഗ്രിബ് നമസ്കരിക്കുന്നതിന് മുമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത്. ഫഇല്ലം തക്കുൻ, ഇനി ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിലോ ഫഅലാ തംറാത്തിൻ, കാരക്ക കൊണ്ടായിരിക്കും. ഫഇല്ലം യകുൻ ഹസ്വാത്തിൻ മിമ്മ, ഇനി ഈത്തപ്പഴം കാരക്കൊന്നും നോമ്പ് തുറക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നബി ഏതാനും ഇറക്ക് വെള്ളം കുടിച്ച് നോമ്പ് തുറന്നിരുന്നു എന്നതാണ്. ഇതാണ് അതിലുള്ള ചര്യയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല നോമ്പ് തുറക്കുന്ന നേരത്തൊരു പ്രാർത്ഥനയുണ്ട്. ദാഹമെല്ലാം നീങ്ങിപ്പോയി. വബുത്തല്ലത്തിൽ ഉറൂഖ്, എൻ്റെ സിരകളെല്ലാം നനവാർന്നതായി തീർന്നു. വസബത്തൽ അജ്ർ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് നോറ്റ ഈ നോമ്പിന്റെ കൂലി എനിക്ക് ഉറപ്പായി. ഈ ഒരു ഉറപ്പ്, ഞാൻ ഇന്ന് നോറ്റ നോമ്പിന്റെ കൂലി ഇൻഷാ അല്ലാഹ് എനിക്ക് ഉറപ്പായി എന്നുള്ള ഈ ആത്മഗതത്തോടു കൂടിയുള്ള ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ആ ഉറപ്പാണ് സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ഉറപ്പ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ എൻ്റെ നോമ്പിനൊരു പരിക്കും പറ്റിയിട്ടില്ല, അതിൻ്റെ കൂലി പടച്ചോൻ എനിക്ക് തരും എന്നാൽ ഈ ഉറപ്പ് തുറക്കുന്ന നേരത്ത് നമ്മൾ ഉണ്ടാവുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആ നേരത്തെ പ്രാർത്ഥിക്കുക. റസൂൽ പറഞ്ഞിട്ടുണ്ട്, സലാസു ദഅവാത്ത്, 3 പ്രാർത്ഥനകൾ, ലാ തുറദ്ദു ദഅവത്തുഹും, അവരുടെ പ്രാർത്ഥനകൾ ഒരിക്കലും തന്നെ തിരസ്കരിക്കപ്പെടുകയില്ല. ആരുടെ പ്രാർത്ഥനയാണോ? അസ്സായിം ഹീന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന വേളയിൽ അള്ളാഹുവിനോട് ചോദിച്ച് അവന്റെ മുമ്പിൽ സങ്കടം പറഞ്ഞ് കൈകൾ നീട്ടി മനസ്സ് തിരിച്ചിരക്കുന്ന ആ ഇരവുകളുണ്ടല്ലോ, അള്ളാഹു അത് തട്ടിക്കളയുകയില്ല. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരിയുടെ പ്രാർത്ഥന പഠിച്ചോൻ അത് ഒരിക്കലും തട്ടിക്കളയുകയില്ല. വൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥന പഠിച്ചോൻ സ്വീകരിക്കും. ഈ സമയങ്ങളൊന്നും നമുക്ക് നഷ്ടമാകരുത്. നമ്മൾ പ്ലാൻ ചെയ്യുക. നമ്മുടെ അത്താഴ നേരം, നമ്മുടെ നോമ്പ് തുറക്കുന്ന നേരം, നമ്മുടെ റമളാനിലെ രാപ്പകലുകളെല്ലാം ധന്യമായ അള്ളാഹുവിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മുഹൂർത്തങ്ങളാകാൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, സജ്ജരാകേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള തെറ്റുകളെ നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകിയവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ.
ഞങ്ങളുടെ ഇടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകണമേ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും നീ മോചനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.